ആ സ്നേഹം മക്കയോട് വിളിച്ചു പറഞ്ഞിട്ട് ആവേശത്തോടെ അള്ളാഹുവിന്റെ ദീൻ വാരിപ്പിളന്നതെപ്പോഴാ? ഏറ്റവും അധികം ഹംസ റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടമുള്ളത് വേട്ടയ്ക്ക് പോകല. മൃഗങ്ങളെ വേട്ട ചെയ്തിട്ട് സന്തോഷത്തോടു കൂടി മടങ്ങി വരുമ്പോ ഒരിക്കൽ മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു അടിമ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വരികയാ. വേദനയോടെ നിലവിളിച്ച് നെഞ്ചപ്പടിച്ചുകൊണ്ട് ഓടി വരികയാ. ഓടി വന്നിട്ട് ഹംസ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാ, ലൗ റഅയ്ത മാ ലഖിയ ബിനി അഖീക മുഹമ്മദിൻ മിൻ അബിൽ ഹകമി ആനിഫാ. അല്ലയോ പ്രിയപ്പെട്ട ഹംസ, അല്ലയോ പ്രിയപ്പെട്ട ഹംസ, അങ്ങയുടെ സഹോദരന്റെ മകൻ മുഹമ്മദ് ഉണ്ടല്ലോ, ആ മുഹമ്മദ് ഇപ്പൊ കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഹംസ റളിയല്ലാഹു അൻഹു ഒരു ചന്തേ കാരണം എന്തേ? ആ സമയത്ത് അടിമ സ്ത്രീയായ പെണ്ണു പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ഹംസ, അങ്ങയുടെ സഹോദരന്റെ മകനെ അബൂജഹൽ അടിച്ചിരിക്കുകയാ. അങ്ങയുടെ സഹോദരന്റെ മകനായ മുഹമ്മദിനെ അബൂജഹൽ അടിച്ചിരിക്കുകയാണ്. മുഹമ്മദിന്റെ തലയിലടിച്ചു കവിളിലടിച്ചു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്കയുടെ മണൽപ്പരികളിലൂടെ ഉഴഞ്ഞു പോകുന്ന കുഞ്ഞുറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത മുഹമ്മദിനെ അബൂജഹൽ അടിച്ചപ്പോ മുഹമ്മദിനോടുള്ള ആദർശത്തിന്റെ പേരിലല്ല, മുഹമ്മദിനോടുള്ള താല്പര്യത്തിന്റെ പേരിലല്ല, സാധുവായ ആരെയും വേദനിപ്പിക്കാത്ത 14 രാവ് തോറ്റുപോകുന്ന പുഞ്ചിരിയുടെ പ്രഭ പരത്തുന്ന മുഹമ്മദിനെ അബൂജഹൽ അടിച്ചപ്പോൾ ആർക്കും എതിർക്കാൻ പറ്റിയില്ല. എല്ലാവരും നോക്കി നിന്നു, എല്ലാവരും അബൂജഹലിന്റെ കൂടെ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് പൊട്ടിപ്പോയി. അതുകൊണ്ട് ലഖലൗ റഅയ്ത മാ ലഖിയ ബിനി അഖീക മുഹമ്മദിൻ മിൻ അബിൽ ഹകമി ആനിഫാ. ആ അബൂജഹലിന്റെ കയ്യിൽ നിന്ന്, അന്ന് അബൂജഹലിന്റെ പേര് അബുൽ ഹകം എന്നാണ്. അന്ന് അബൂജഹലിന്റെ പേര് അബുൽ ഹകം എന്നാണ്. ആ അബുൽ ഹക്കമിന്റെ കൈകൊണ്ട് നിന്റെ സഹോദര പുത്രനായ മുഹമ്മദിന് കിട്ടിയാടി. എന്റെ ഹംസ, നീ കണ്ടിരുന്നെങ്കിൽ നിനക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. എന്റെ മുഹമ്മദിനെ അടിച്ചോ, എന്റെ കൂട്ടുകാരനെ അടിച്ചോ, എന്റെ മുഹമ്മദ് ആരെങ്കിലും ഉപദ്രവിക്കോ, എന്റെ മുഹമ്മദ് ആരെങ്കിലും വേദനിപ്പിക്കോ, എന്റെ മുഹമ്മദ് ആരെങ്കിലും സങ്കടപ്പെടുത്തുവോ, എന്റെ മുഹമ്മദ് ആരെങ്കിലും നൊമ്പരപ്പെടുത്തുവോ, ആ സാധുവാര മുഹമ്മദിനെ ഉപദ്രവിച്ചുവോ എന്ന് ചോദിച്ചുകൊണ്ട് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു പുലിക്കുട്ടിയെ പോലെ ചാടിയിറങ്ങുകയാണ്. വഖാമല റഅസിഹി. ഇന്ന് വരെ മക്ക കണ്ടിട്ടില്ല, ഇന്ന് വരെ മക്ക രാജ്യം കണ്ടിട്ടില്ല. അത്രത്തോളം വലിയ തന്റെ ഇടമുള്ള ഹംസയെ കണ്ടിട്ടില്ല. അത്രത്തോളം തീവാറുന്ന കണ്ണിന്റെ ഉടമയായ ഹംസയെ കണ്ടിട്ടില്ല. അത്രത്തോളം ആവേശമുള്ള ഹംസയെ കണ്ടിട്ടില്ല. ഹംസ റളിയല്ലാഹു തആല അൻഹു അബൂജഹലിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ടോ റഫഅൽ ഖൗസോ, വേട്ടയ്ക്ക് കൊണ്ടുപോയ അമ്പും വില്ലും അബൂജഹലിന്റെ മുമ്പിലേക്ക് ഹംസ റളിയല്ലാഹു അൻഹു എടുക്കുകയാ. സിംഹത്തെ എറിഞ്ഞു വീഴ്ത്താ, കടുവയെ, പുലിയെ, മാനിനെ, ആനയെ എറിഞ്ഞു വീഴ്ത്താൻ കൊണ്ടുപോയ അമ്പും വില്ലും എടുത്ത് കയ്യിൽ ഉയർത്തി കാണിച്ചിട്ട് ഹംസ റളിയല്ലാഹു അൻഹു വളറബഹു ബിഹാ. മക്കയുടെ മണ്ണിൽ ആദ്യമായിട്ട് അബൂജഹലിന്റെ തലക്കടിക്കുകയാ. മക്കയുടെ വിരിമാറിൽ ആദ്യമായിട്ട് അബൂജഹലിന്റെ തലക്കടിക്കുകയാ. തലങ്ങും വിലങ്ങും അടിക്കുകയോ. അബൂജഹൽ അത്ഭുതത്തോടെ നോക്കുന്ന, ഹംസ നീ എന്നെ അടിക്കുകയോ, ഹംസ നീ എന്നെ അടിക്കുകയോ. ആ മക്കയുടെ മണ്ണിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും ഓടി വരികയാ. എന്ത് രംഗമാണ് ഈ കാണുന്നത്? ഇന്നലെ അബൂജഹലും ഹംസയും ഒറ്റക്കെട്ടായിരുന്നല്ലോ, ഇന്ന് ഹംസ അബൂജഹലിനെ അടിക്കുകയോ. അതിനിടയിൽ ഒരാൾ പറഞ്ഞു, മാനറാക്കയ ഹംസോ ഇല്ലോ ഖദ് സബൗതയ ഹംസോ. നീ ഞങ്ങളോട് ഇഷ്ടമുള്ളവനാണെന്ന് ഞങ്ങൾക്കറിയാം ഹംസ. നീ അബൂജഹലിനെ സ്നേഹിക്കുന്നവനാണെന്ന് ഞങ്ങൾക്കറിയാം. നീ ഞങ്ങളോടൊപ്പമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ എന്തിനാണ് നീ അബുൽ ഹക്കമിനെ അടിക്കുന്ന ഹംസ? എന്തിനാ അടിക്കുന്ന ഹംസ എന്ന് പറയുമ്പോ അബൂജഹൽ പറഞ്ഞതെന്തെന്നറിയോ? നിങ്ങൾ ആരും ഹംസയെ ഒന്നും പറയല്ലേ, ഹംസ അടിക്കട്ടെ, ഞാൻ ഈ അടികൊള്ളാൻ അർഹതപ്പെട്ടവനാണ്. അബൂജഹലിന്റെ ഏറ്റവും വലിയ കുതന്ത്രത്തിന്റെ വാക്കായിരുന്നു അത്. നിങ്ങൾ ഹംസയെ ഒന്നും ചെയ്യല്ലേ, ഹംസയോടൊന്നും ചോദിക്കല്ലേ, ഹംസ അടിക്കട്ടെ, ഈ അടികൊള്ളാൻ ഞാൻ അർഹനാണ്. അബൂ അമ്മാറ, അബൂ അമ്മാറ എന്നാണ് ഹംസ റളിയല്ലാഹു അൻഹു വിളിക്കാൻ. അബൂ അമ്മാറെ നിങ്ങൾ മാറ്റിവെക്കുക, അവനോടൊന്നും നിങ്ങൾ ചോദിക്കണ്ട. വല്ലാഹി ലഖദ സബബ്തു ഇബ്നു അഖീഹി സബ്ബൻ കബീഹാ. ഞാൻ ഹംസയുടെ സഹോദരന്റെ മകൻ മുഹമ്മദിനെ ഏറ്റവും മോശമായി തെറി വിളിച്ചു, ചീത്ത വിളിച്ചു. അതുകൊണ്ടാണ് ഹംസ എന്നെ അടിക്കുന്നത്. അല്ലാതെ
ഹംസ മതം മാറിയത് കൊണ്ടല്ല എന്നാണ് അബൂജഹലിന്റെ വാക്കിന്റെ അർത്ഥം. അബൂജഹൽ ഒന്ന് പ്ലേറ്റ് മാറ്റി പിടിച്ചതാ, ഹംസ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അടികൊള്ളാനും തയ്യാറാ. പക്ഷെ മുഹമ്മദിന്റെ മതത്തിലേക്ക് പോയില്ലേ. അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും ചോദിക്കണ്ട, ഞാൻ മുഹമ്മദിനെ അവന്റെ സഹോദരന്റെ മകനെ ചീത്ത വിളിച്ചത് കൊണ്ട് എന്നെ അടിക്കുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞപ്പോ ഹംസ റളിയല്ലാഹു തആല അൻഹു ആരംഭ റസൂലിനെ വിളിക്കുകയാ, താലിയ മുഹമ്മദ്, താലിയ മുഹമ്മദ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ വിരുമാറിൽ കണ്ണീരൊഴുക്കിയിരിക്കുമ്പോൾ അരികിലേക്ക് വിളിക്കാൻ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തോളത്തേക്ക് ഹംസ റളിയല്ലാഹു അൻഹു തന്റെ ഗാംഭീര്യമുള്ള ആ ശരീരത്തിന്റെ വലത്തെ കൈയെടുത്ത് തോളത്തേക്ക് ഇട്ടു. എന്നിട്ട് പറയുകയാണ്, ഹംസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എടാ അബൂജഹലേ, വഅന്നല്ലദീ യഖൂലു ഹഖ്ഖുൻ ഫവല്ലാഹി ഫംനഊനി ഇൻ കുന്തും സാദിഖീൻ. അബൂജഹലേ, മക്കയുടെ ശത്രുക്കളെ, ഖുറൈശി കുടുംബത്തിലെ തലവന്മാരെ, സമ്പന്ന വർഗമേ, ഉമ്മയുടെ മുലപ്പാൽ കുടിച്ച കുട്ടികളുണ്ടെങ്കിൽ ഇറങ്ങി വാടോ. മുഹമ്മദ് പറഞ്ഞത് സത്യമാണെന്ന് ഞാനിതാ പറയുന്നടാ, മുഹമ്മദ് പറഞ്ഞത് സത്യമാണെന്ന് ഞാനിതാ പറയുന്നടാ. അറേബ്യൻ മരുഭൂമി അത്ഭുതപ്പെട്ടു പോരാ, ആകാശം അത്ഭുതപ്പെട്ടു പോയ ദിവസമോ ഹംസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മക്ക പേടിച്ച ഹംസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഞെട്ടറ്റു പോയ ദിവസമോ, തകർന്ന് തരിപ്പണമായി പോയ ദിവസമോ, അബൂജഹൽ ഞെട്ടിപ്പോയി, അബൂജഹലിന്റെ ഹൃദയം കിടുങ്ങിപ്പോയി. ആരംഭ റസൂലിന്റെ തോളത്ത് കൈയിട്ടിട്ട് ഹംസ റളിയല്ലാഹു അൻഹു പറയാ, എന്റെ മുഹമ്മദിനെ ആരാ കല്ലെറിയുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്റെ മുഹമ്മദിനെ ആരാ കുറ്റപ്പെടുത്തുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്റെ മുഹമ്മദിനെ ആരാ പരിഹസിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ മുഹമ്മദിന്റെ ശരീരത്തിന് തുടരണമെങ്കിൽ ഹംസയുടെ ജീവൻ നിങ്ങൾ എടുക്കണമെന്ന് മക്കയുടെ വിരുമാറിൽ നിന്നുകൊണ്ട് ഗർജിക്കുന്ന സിംഹക്കുട്ടിയെ പോലെ മഹാനാര ഹംസത്തുൽ കർറൂർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫംനഊനി ഇൻ കുന്തും സാദിഖീൻ. നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ മുഹമ്മദിനെ തടയണ്ട, എന്നെ തടയ്. ധൈര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ തടയ്. ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവനാണ്. എന്നിട്ട് നബിതങ്ങളെയും വിളിച്ചുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു ഒരൊറ്റ പോക്കാണ്. ശത്രുക്കളാകെ കുഴഞ്ഞു, എല്ലാവരും സങ്കടപ്പെട്ടു, വട്ടം കൂടിയിരുന്നു. അവര് പറഞ്ഞു, ഇനി എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും? ഹംസ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ മനസ്സിങ്ങനെ വിമ്മിപ്പൊട്ടുകയാണ്. വീട്ടിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോ ചിന്തിച്ചു, ഞാൻ പറഞ്ഞത് അബദ്ധമായി പോയോ? മുഹമ്മദിനോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പെട്ടെന്നൊരാവേശത്തിൽ മുഹമ്മദിന് വേണ്ടിയിട്ടൊരു പ്രസംഗം നടത്തിയതാ. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ആരാധനകളൊക്കെ കള്ളമാണെന്നും ആ മതം എനിക്ക് വേണ്ട എന്നും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുതിയ ആദർശം എനിക്ക് മതി എന്നുമല്ലേ ഞാൻ പറഞ്ഞത്? അത് ശരിയായോ? മനസ്സിന്റെ അകത്ത് ആശങ്ക. എന്തായാലും തീരുമാനം നാളെ എടുക്കാം, ഇന്ന് രാത്രി പോയി കിടക്കുമ്പോ ആലോചിക്കാം. രാത്രി പോയി കിടക്കുമ്പോ ഒന്നാമത്തെ ആള് വരികയാണ്. ആര് നല്ല തീരുമാനമെടുത്താലും മുടക്കാൻ വരുന്ന ഒന്നാമത്തെ ആളാരാ? ആരാ? കാഞ്ഞങ്ങാടുകാർക്ക് നല്ലപോലെ അത് മനസ്സിലായിരുന്നാൽ മതി, മറന്നുകൊണ്ട. ഇബ്ലീസ് ആണെന്ന് പറഞ്ഞെങ്കിൽ അത് മനസ്സിലുണ്ടാവണം എപ്പോഴും. അള്ളാഹു സംയുക്ത മഹലിന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു വിജയിപ്പിക്കട്ടെ. അപ്പോ ഹംസ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി കിടക്കാൻ, ഉറക്കം വരുന്നില്ല. ഒരു ഭാഗത്ത് മുഹമ്മദിന്റെ ചിത്രം, മറുഭാഗത്ത് അബുൽ ഹക്കം എന്നാണ് ആദ്യത്തെ പേര്, അബുൽ ഹക്കമിന്റെ ചിത്രം. ഇങ്ങനെ കിടക്കുമ്പോ മുഹമ്മദ്, ഇങ്ങനെ കിടക്കുമ്പോ അബുൽ ഹക്കം. എന്തു വേണം? നാളെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുന്നിലേക്ക് പോകുമ്പോ നാണക്കെടുവോ? അങ്ങനെ ചെന്നിങ്ങനെ കിടക്കുമ്പോഴാണ് മനസ്സിന്റെ വാതിൽ മുട്ടിയിട്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കടന്നു വരുന്നത്. ഹബീബേ, ഉറക്കമായോ? ഹംസ റളിയല്ലാഹു അൻഹു ചിന്തിക്കാൻ. ഇബ്ലീസ് ഹംസ, നിനക്ക് പ്രാന്തോ? നിനക്ക് എന്ത് പറ്റിപ്പോയി? നീ എന്ത് മണ്ടത്തരവാ വിളിച്ചു പറഞ്ഞിട്ട് വന്നത്? നീ ഇന്ന് അറേബ്യയുടെ ആരാ? ഇബ്ലീസ് പറഞ്ഞു കൊടുക്കാൻ. നിങ്ങൾ ഏതെങ്കിലും ഒരു പലിശക്കാരൻ ഇവിടെ ഇരുന്ന് വാത് കേട്ടിട്ട് നാളെ ഞാൻ പലിശയ്ക്ക് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച് കരഞ്ഞ് വീട്ടിൽ പോയി കിടക്കുമ്പോൾ ഇബ്ലീസ് വന്നിട്ട് പറയും, അസ്സലാമു അലൈക്കും, മൊയിലാരെ പലിശ നിർത്താൻ പോവാണോ? വേറെ ജോലി ഇല്ലടാ. വാക്കവി ഒന്ന് വാത് പറഞ്ഞിട്ട് വാക്കവി തിരുവനന്തപുരത്ത് എത്തി, നിനക്ക് തലയ്ക്ക് കൂടെയില്ല, നല്ല കാര്യമുണ്ട് അതൊക്കെ ചെയ്യാൻ.
ഓരോന്ന് തലമറയ്ക്കാൻ തീരുമാനിക്കുന്ന, പർദ്ദയിടാൻ തീരുമാനിക്കുന്ന, നല്ല വസ്ത്രം ധരിക്കാൻ തീരുമാനിക്കുന്ന, നിസ്കരിക്കാൻ തീരുമാനിക്കുന്ന, ളുഹാനിസ്കാരം തുടങ്ങാൻ തീരുമാനിക്കുന്ന, സ്വതക്ക ചെയ്യാൻ തീരുമാനിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഇബ്ലീസ് വന്നിട്ട് ഉപദേശിക്കും. കാരണം ഇന്നഹു ലകും അദുവ്വൻ മുബീൻ,